കണ്ട ആരായാലും 2 ദിവസം പേടിച്ചിരിക്കും. അല്ല, പ്രാഞ്ചിയിലെ ഡിഫറെന്റ് ആവുന്നുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രാഞ്ചിയിലെ നർമ്മം ഡിഫറെന്റ് ആവുന്നത്, സാധാരണ ആരും ഇത് വരുമ്പോൾ പത്മശ്രീ എന്ന് പറയുന്ന അതുപോലത്തെ ഒരു വലിയ പുരസ്കാര ലബ്ധിയിൽ ആദ്യം സ്വപ്നം കാണുക അയാളൊരു വലിയ മേടയിൽ വെച്ച് ആളുകളാൽ അംഗീകരിക്കപ്പെടുന്നു. അതിന് പകരം സ്വന്തം ശവപ്പെട്ടിയിൽ പത്മശ്രീ സി ഫ്രാൻസിസ് എന്ന് എഴുതി അതിനകത്ത് പുഞ്ചിരിയോടെ കിടക്കുന്ന സൂട്ടിൽ കിടക്കുന്ന, എന്നിട്ട് അവിടെ ഈ പോലീസിന്റെ ഇത് അല്ല. പക്ഷെ അത് ഒരു ദിവസം നേരത്തെ കിട്ടില്ല. അതിനും നല്ല ശരിയാണ്. ഒരു ദിവസം നേരത്തെ കിട്ടിയാൽ അത്രയും ഉത്തമം. സിദ്ദീഖ്, ഇപ്പം നമ്മള് പറഞ്ഞല്ലോ, നമ്മൾ പെട്ടെന്ന് ആവശ്യപ്പെടുന്ന ഒരു ലോജിക് എന്ന് പറയുന്നത്, ഇപ്പൊ നന്ദൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ പുണ്യാളന്റെ കഥ പറഞ്ഞു, ഇത് നമുക്ക് ഈ രഞ്ജിത്ത് സാർ ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതിന്റെ ഭാഗം പറഞ്ഞു കേൾക്കുമ്പോ പെട്ടെന്ന് ഇത് എങ്ങനെയാണ് എന്നൊരു തോന്നല് സിദ്ദീഖ് ഉണ്ടാവുന്നു. ലോജിക് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും, ഈ ലോജിക് ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പലരും പറയുമ്പോൾ നമുക്കത് ഇഷ്ടം തോന്നും. ഞാൻ ലോജിക്ക് നമ്മളങ്ങ് വിട്ടിട്ട് അത് കഥ പറച്ചിലിന്റെ രീതിയുടെ ഗുണമാണ്. ഇപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു സംഭവം അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്തൊരു സംഭവം മുകേഷ് തമാശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ തോന്നും. മുകേഷ് അത് തമാശ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുടെ ഒരു ഗുണമാണ്. അങ്ങനെയുണ്ട് ചിലർ. ഇപ്പൊ ജയറാം എന്തോ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്ന ആളാണ്. ചിലപ്പോൾ 4 ആനയൊക്കെ ഉണ്ടാവും എന്നിട്ട് പറയുന്നത് ഒരു 40,000 ആന ഉണ്ടെന്ന് പറയും. നമ്മൾ ആ 40,000 അംഗീകരിക്കാൻ തയ്യാറാവും. കുഴപ്പമില്ല, 40,000 ഉണ്ടാവുമായിരിക്കും. അത് അവൻ്റെ ഒരു പറച്ചിലിന്റെ രീതി. അതുപോലെ കഥ പറച്ചിലിന്റെ രീതിയിൽ പല ലോജിക്കുകളും നമുക്ക് അങ്ങനെ തോന്നും. അവനാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന സിനിമയിൽ ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ ഇനി ശോഭന പ്രേതമായിട്ട് വന്നാലും വിരോധമില്ല, അത് ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പറയാൻ തോന്നില്ല. അത് ആ പ്രസന്റേഷന്റെ രീതിയാണ്. അവിടെ ലോജിക്ക് നോക്കുന്നതിനേക്കാളും ഇത് നമ്മൾ ഈ സിനിമയിലെ പുണ്യാളന്റെ ലോജിക്കും ഈ പ്രേതങ്ങളെ കണ്ട ലോജിക്കും വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ആയിട്ട് എന്ന് പറയുന്ന പയ്യൻ സെക്കൻഡ് കൊണ്ട് പ്രാഞ്ചിയുടെ ഗുരുവായി ഉയരുന്ന ഒരു കാഴ്ച. അത് കാരണം പോളി ചോദിക്കുന്ന ലോജിക്ക് അതാണ്. ശവക്കല്ലറയിൽ കാരണവന്മാരെ കണ്ടുവന്നു, അപ്പൊ അവര് താമസിക്കുകയാണോ? അതിന്റെ റിയാക്ഷൻ വളരെ മനോഹരമാണ്. ഒരു സൈലന്റ് ക്ലോസിൽ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന പടത്തിൽ ഈ പോളി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാരക്ടർ. പ്രാഞ്ചി മീറ്റ് ചെയ്യുന്ന റിയൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പടത്തിൽ പോളിയാണ്. മുഴുവൻ ആൾക്കാരും അവന് മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവരെ അവർ ഒന്നും ഇത്ര റിയൽ അല്ല. അല്ല, അത് മാത്രമല്ല, താല്പര്യങ്ങളില്ല. പോളിക്ക് ഒരു താല്പര്യമില്ല ഇതിൽ. അതെ, അവൻ ഇവിടെ ഒരു കാര്യമുണ്ട്, മറ്റു ചില പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് ആളുകൾ, ചില ഇസങ്ങളുടെ ഭാഗമാണ്. പോളി ഒന്നിന്റെ ഭാഗമല്ല. കാരണം അവൻ ഒറ്റപ്പെട്ടു പോയ അതൊരു നമ്മൾ എന്നും പത്രവാർത്തകൾ എന്നാണ് ഈ മദ്യപാനവും മയക്കുമരുന്നിന്റെ ഒക്കെ അമിത ഉപയോഗം എന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്നത് വളരെ 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 ഭയങ്കര ദുരന്തമാണ്. അങ്ങനെ അനാഥരായി പോകുന്ന കുട്ടികൾ എത്ര പേരുണ്ട്. അപ്പൊ പ്രാഞ്ചി എത്തുന്ന ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു വല്ലാത്ത തലത്തിലേക്ക് അയാള് ഒരു കൊട്ടിഘോഷിക്കലും ഇല്ലാതെ അയാൾ നടന്നു കയറിയേ പോകും. അതിന് 100 പേരെ വിളിച്ചും അല്ല 1000 പേരെ വിളിച്ച് സദ്യ കൊടുത്ത് ഞാനിങ്ങനെ ഏറ്റെടുക്കാൻ പോകുന്നു. ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നില്ലല്ലോ, ഞാൻ അനാഥ കുട്ടികളെ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നില്ലല്ലോ. അത് ആദ്യമൊക്കെ പുള്ളി പറയുന്നുണ്ട്, എന്റെ ലിസ്റ്റും അഡ്രസ്സും ഒക്കെ. അതൊക്കെ ഒരു അല്പത്വമായത് പിന്നീട് തോന്നുകയും ഇത് ആരും അറിയാതെ ഒരു എന്നോട് ഇന്നലെ സിനിമ കണ്ട ഒരാൾ പറഞ്ഞു, നമ്മൾ നോക്കുവോ സിനിമയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും കഥാപാത്രങ്ങൾക്ക് എന്ന് ആലോചിക്കുന്നത് ഒരു സിനിമയുടെ നന്മയും വിജയം. എന്നോട് ഇന്നലെ സിനിമ കണ്ട ഒരാൾ പറഞ്ഞത്, നൗ ഐ ആം ഷുവർ അയാൾ ആ ക്ലബിലേക്ക് എന്തെങ്കിലും തിരിച്ചു പോകില്ല. ക്ലബായിരുന്നു. ചെറമ്മൽ ഈനാശു ഫ്രാൻസിസേ, പ്രാഞ്ചിയേട്ടാ. എന്റെ ഫ്രാൻസിസ് ഉണ്ണിയാളാ. ഞാനീ കാണുന്ന സ്വപ്നല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഒരു പേരില്ല എന്നുള്ളത് തന്നെ നമ്മുടെ പ്രശ്നം. ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രാഞ്ചി? നമുക്കൊക്കെ മുണ്ട് മടക്കി കുത്തുമ്പോ നമുക്ക് തിയേറ്ററിൽ നമ്മൾ ചെയ്യാതെ അതിനൊരു കൈയടി എപ്പോഴും ഏത് സീനിലാണ് മുണ്ട് മടക്കി കുത്തുന്നത് അപ്പൊ ഒരു കൈയടി എന്ന് പറഞ്ഞാൽ കൈയടി. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചാൽ ഇന്നലെ പ്രാഞ്ചേട്ടൻ ഈ ഒരു പടത്തില് മുണ്ട് മടക്കി കുത്തുമ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഒരു സംഭവം ഒരു ചെറിയ കാര്യമല്ല, അത് മടക്കി കുത്തിയ കൊച്ചിന്റെ അടുത്തേക്ക് പോകുന്ന സീനൊക്കെ വളരെ പ്രാഞ്ചി 2-3 സ്ഥലത്ത് മാത്രമേ മടക്കി കുത്തുള്ളൂ. പ്രാഞ്ചി മറ്റേ നമ്മൾ മടക്കി കുത്തുന്നത് പിയാനോ വയ്ക്കുമ്പോൾ മടക്കി കുത്തുന്നു. മടക്കിക്കുത്തുന്ന വേറെ സ്ഥലം എന്ന് വെച്ചാൽ പോളിയുടെ കാര്യം ആന്റണി മാഷ് സംസാരിക്കും.
അവരൊന്ന് കാണണല്ലോ. പുള്ളി ആ പണിക്കാട് മടക്കി കുത്തി ഇറങ്ങാണ്. മുണ്ടി മാടിക്കെട്ടൽ എന്ന് പറയുന്നത് എന്റെ തന്നെ സിനിമയിലെ നായകൻ മുണ്ട് മാടിക്കെട്ടി മീശ പിരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പഴയൊരു പണിയും കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മുണ്ട് മാടിക്കുത്തുക എന്ന് പറയുന്നത്? ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവരാണ്. എനിക്കറിയാവുന്നത് ഒരാൾ ഒന്നിനു വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന മലയാളി സ്വാഭാവികമായിട്ടുള്ള ആക്ഷൻ അതാണ്. വി എസ് അച്യുതാനന്ദൻ നമ്മുടെ മിനിസ്റ്റർ മൂന്നാർ അന്വേഷിക്കാൻ മുണ്ട് മാടിക്കെട്ടിയത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മലയാളിയുടെയാണത് ആക്ഷൻ എന്ന് പറയുന്നത്. അത് സാധ്യത ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സിനിമയിൽ വരുന്ന പുതിയ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത നമുക്ക് ചുറ്റുമുള്ള ചെറിയ കുറെ കാര്യങ്ങൾ പ്രാഞ്ചേട്ടനിൽ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം മമ്മൂക്ക ചോദിക്കുന്നുണ്ട് പത്മശ്രീ എന്നുള്ള പേര് ആകെപ്പാടെ കേരളത്തിൽ ഒരാൾക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്നുള്ള പേരുള്ള രണ്ടാമതൊരാളെ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങൾ ആരുടെയാണ്? ഇവര് നിങ്ങളുടെ ലൊക്കേഷന്റെ ആണോ അത് എഴുതുമ്പോ തന്നെ കണ്ടുപിടിക്കുന്നതാണ്? നമ്മള് എഴുതുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇക്കാര്യം. എന്റെ അറിവിൽ ഒരു അഡ്വക്കേറ്റ് ഉമ്മൻചാണ്ടി, ഒരു ഡോക്ടർ ഉമ്മൻചാണ്ടി, എന്റെ അറിവിൽ ഞാൻ പറയുന്നു, ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു IG ഉമ്മൻചാണ്ടി അങ്ങനില്ല. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല. എന്റെ കൂടെ ഒരു എന്റെ പരിചയത്തിൽ വേറൊരു മമ്മൂട്ടിയും ഇല്ല. മമ്മൂട്ടിമാരുണ്ട്, അതല്ല ഈ രണ്ട് പേര് ചേരുന്നതാണ്. അത് അങ്ങനെ ഒത്തു ജനിക്കണം. ഒരു അച്ഛനും മോനും ഒത്ത് ജനിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. മമ്മൂക്കയുടെ പടത്തിലാണ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പ്രവർത്തിക്കുന്ന മേഖലയെ മിമിക്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുതുതായിട്ട്, അത് ബിജുക്കുട്ടനായാലും ശരി, സുരാജ് ആയാലും ശരി, ഇപ്പതാ ടിനി ടോം ഈ പടത്തിൽ നമ്മുടെ സഹപ്രവർത്തനായ ടിനി ടോം ഒരു മുഴുനീള വേഷത്തിൽ മമ്മൂക്കയുടെ കൂടെ വളരെ നന്നായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ടിനിയെ പക്ഷെ അത് നേരത്തെ രഞ്ജി കാസ്റ്റ് ചെയ്താണ് അല്ലേ? ഇവന് കഴിഞ്ഞ പടത്തെ നമ്മൾ ഡ്യൂപ്പായിട്ട് ഇട്ടപ്പോ ഇവൻ എപ്പോഴും നമ്മളെ എന്റെ ശരീരത്തിന്റെ അത്ര വലിപ്പം പൊക്കമുള്ള ആളായതുകൊണ്ട് ഡബിൾ റോളുകൾക്കും ഡ്യൂപ്പുകൾക്കും ഒക്കെ ആയിട്ട് ഇവനെ വിളിക്കാറുണ്ട്. ഈ മാലിന്യ മാണിക്യത്തിലുണ്ട്, മറ്റേ നമ്മുടെ അണ്ണൻ തമ്പിയിൽ ഭൂതമൊക്കെ വരാം. അപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരാണ്. അപ്പൊ ഇവൻ റിയലായിട്ടൊരു പടത്തിൽ അഭിനയിപ്പിക്കണമെന്ന് കുറെ കാലം നമ്മളൊക്കെ ആഗ്രഹമുണ്ട്. അത് രഞ്ജിയാണ്. രഞ്ജിയുടെ അടുത്ത് ഞാൻ പറയുന്നത് ചെറിയ റോള് മതി എന്ന് പറഞ്ഞ് ചോദിച്ചതാ. റോള് വലിയ ഫുൾ ലെങ്ത് റോളായി. ഇപ്പൊ ടിനി എന്നെ വിളിച്ചാൽ ഞാൻ സിനിമ നടനായിട്ടാ അങ്ങനെ ടിനിയെ കറക്റ്റായിട്ട് ചെയ്യണം. നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. ഈ നമ്മൾ സിനിമയിൽ കാസ്റ്റ് ചെയ്യുമ്പോഴേ മറ്റൊരു മുൻധാരണകളോ അല്ലെങ്കിൽ അജണ്ടകളോ ഒന്നുമില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണിത്. ഇടവേള ബാബു എന്ന് പറയുന്ന ആള് സിദ്ദിഖിന് ഓർമ്മയുണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയിലാണ് എനിക്ക് ബന്ധമുള്ള സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് ഇത്രയും വർഷത്തിനിടയിൽ ഒരു സിനിമയിൽ പോലും ബാബു അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഇതിലെ യൂസഫ് എന്ന് പറഞ്ഞപ്പം ഒരു ബ്രീഫ് കേസും 3 മൊബൈൽ ഫോണുമായിട്ട് പ്രാഞ്ചിയേട്ടന്റെ ഒപ്പം നിഴലായി നടക്കുന്ന യൂസഫ് ബാബു അല്ലാതെ പ്രാഞ്ചിയാണ് പ്രസിഡന്റ് സ്ഥാനത്ത്. നമ്മടെ അരിപ്രാഞ്ചി വന്നിട്ട് 2 പൂശിട്ടുണ്ട് കേറാട്ടാ. ഡേ പ്രാഞ്ചേട്ടൻ വിളിക്കണ്. അരിപ്രാഞ്ചി എന്ന് പറയാണ്ട് നിന്റെ മുതലാളി ആരും അറിയില്ല എന്ന് പറഞ്ഞ ആ പേര് മാറി കിട്ടാൻ ആദ്യം സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പെന്തായി നമ്മടെ സ്വർണ്ണക്കട നടത്തണ അരിപ്രാഞ്ചിന്ന് 10-20 വരെ കുടിശ്ശിക അടച്ചപ്പോ ഉറുപ്പ്യ 1 ലക്ഷം മാറി കിട്ടിട്ടാ. ഇറങ്ങി പോയില്ലടാ. കേറാനുള്ള താപ്പൊന്നും ഞാൻ കാണില്ല. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ടാ എന്നെ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അതല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. കുമാരനാശാന്റെ കവിതയാടാ. അതിന് കയ്യടി ഉറപ്പാ. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പ്രഭാകർ അണ്ടിക്കോട് എന്ന് പറഞ്ഞ ആരാ? പ്രസംഗ കലയിലെ കമലാസന. അറിയില്ലല്ലേ? അവിടെ ഒരു തുമ്പി വെറുതെ ഇരിക്കണ്ടേ, അതിനെ കൂടെ കല്ലെടുപ്പിച്ച്. പ്രഭാകർ അണ്ടിക്കോട് എഴുതി തന്ന പ്രസംഗം തിരുത്തേ. പ്രാഞ്ചി നീ മനപ്പാഠം പഠിച്ചേ. പാലരിമാണിക്കും എടുത്താലും മമ്മൂക്കയും സിദ്ദിഖായും ഒക്കെ ഒഴിച്ച് എല്ലാവരും ഇത്രയും സിനിമയുടെ ചരിത്രം വേറെയാണ്. ഞാൻ പോലും പുതുമുഖമായിട്ട് സിനിമയിൽ വന്നതാണ്. അത് ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സിനിമ അവിടെ നടക്കണമെന്ന് ചോദിച്ചു. പാലേരി മണിക്കത്തിന്റെ കഥ ഭയങ്കര മോശം. പക്ഷെ അത് ഇപ്പൊ പറയേണ്ട കാര്യമില്ല. പാലേരി മണിക്കം നടക്കുമ്പോ അപ്പൊ എന്റെ അടുത്ത് മുരളിമേനോൻ പറഞ്ഞു, രഞ്ജി ഇവിടെ ഉണ്ട്, അവിടെ ഒരു നാടകക്കാരെ വെച്ചിട്ട് എന്തോ ഒരു പ്രാക്ടീസും റിഹേഴ്സലും ഒക്കെ എന്ത് സിനിമയാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മുരളി പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു എന്താ അവിടെ നാടകത്തിന്റെ പരിപാടി? അല്ല ഞാനാ പാലേരി മണിക്കും സിനിമ വെക്കണേ, കുറച്ച് പുതിയ ആൾക്കാരെ അഭിനയിക്കുന്നത്. പാലേരി മണിക്ക് ഇയാൾ രാജു നോവല്ല ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ചുമ്മാ നോവൽ വായിച്ചിട്ട് വിളിച്ചു, ആരാ നിന്റെ ആജി? അല്ല ആജി പിന്നെ വന്നല്ലേ. ഞാൻ പറഞ്ഞ പുതുമുഖങ്ങളാണ്, മുഴുവൻ പുതുമുഖങ്ങളാണ് മനസ്സിലുള്ളത്. രാജീവിന്റെ നോവൽ അത് കുറെ തിയേറ്റർ ആക്ടേഴ്സിനെ വെച്ചിട്ട് ഒന്ന് ട്രെയിനിങ് കൊടുക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, പുതുമുഖങ്ങൾ എന്ന് വന്നിട്ട് ആരും പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, എൻ്റെ കയ്യിൽ കാശുമില്ലായിരുന്നു. സത്യത്തിൽ അന്നൊരു ബോംബെയിലെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എനിക്കൊരു മെയിൽ തിരിച്ചു വന്ന ദിവസമാണ്. മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാമെന്നായിരുന്നു അവരുടെ മെയിൽ.
ഞാൻ ആ കാര്യം പറഞ്ഞു. അതിന് മറുപടി ഇത്രയും ഉണ്ടായിട്ടുള്ളൂ, മമ്മൂട്ടി ഇല്ലാത്തവർ നടക്കാതിരിക്കണ്ട പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു.